നിങ്ങളെ മയ്യത്ത് ആരാ നേതൃത്വം നൽകുക? നിങ്ങളെ മയ്യത്ത് ആരാ നേതൃത്വം നൽകുക? എന്റെ വീട്ടിൽ വെച്ച് മയ്യത്ത് നിസ്കരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മകൾ എന്റെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ ഭാര്യ നേതൃത്വം കൊടുക്കണം. അല്ലെ? അതെന്തിനാ വേറൊരാൾ നേതൃത്വം കൊടുത്താൽ ശരിയാവൂലേ? എന്നാ മകള് പറയാണ് ഞാൻ മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ റെഡിയാണ്. ആ മകളോട് നിങ്ങൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ശരി എങ്കിൽ മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന എന്താണ്? ഡിഗ്രിക്ക് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന, PG കോഴ്സിന് പഠിക്കുന്ന മക്കളോട് മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന എന്താ നിങ്ങൾ പോയി ചോദിക്കണം. ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹ എന്ന് പറഞ്ഞവർ ചൊല്ലും, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സ്വലാത്താണെന്ന് പറഞ്ഞവർ ചൊല്ലും. മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹംഹു എന്ന് പറഞ്ഞ് വണ്ടിയാണ് സ്റ്റോപ്പ് ആവും, മുന്നോട്ട് പോകില്ല. പിന്നെ ഓരെങ്ങനെ ഞങ്ങളെ കുളിപ്പിച്ചിട്ട് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക? എങ്ങനെ കൊടുക്കുക? ഈ കുട്ടിയുടെ കൈ പിടിച്ചെങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക? ഈ കുട്ടിയുടെ കൈ പിടിച്ചെങ്ങനെ സ്വർഗത്തിലേക്ക് പോവുക? ഈ കുട്ടിയുടെ കൈ പിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ആ പ്രിയപ്പെട്ട കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ